നമസ്കാരം, എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. അസർബൈജാൻ ലാസ വീഡിയോയുടെ മൂന്നാമത്തെ ഭാഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് തരിക. പിന്നെ അപ്പോൾ വീഡിയോയിലൂടെ തുടങ്ങാം അല്ലേ? വലത് സൈഡിൽ നല്ല കോഴികൾ നിൽപ്പുണ്ട്, നല്ല നാടൻ കോഴികൾ കണ്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വന്ന് കുറേ ദൂരമായി, ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്താൻ വേണ്ടി. അപ്പം അതുവരെ നിങ്ങൾ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക. നമ്മുടെ അച്ചായൻ പറയുമായിരുന്നു, ഈ റോഡ് കണ്ടിട്ട് വിട്ടടിച്ചങ്ങ് പോകാനുള്ള ഒരു ത്വര വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ പണി വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് വലത് സൈഡിൽ നമ്മുടെ ദേ പുട്ടിൻ്റെ ഒരു അവരുടെ ലോഗോയുടെ പോലത്തെ ഒരു പ്രതിമ ഇരിക്കുന്നത് കണ്ടു. ദേ കണ്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിച്ച് ഇങ്ങനെ പോവുകയാണ്. നിങ്ങൾ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എൻജോയ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ടോ ഇപ്പം നമ്മുടെ സ്പീഡ് കണ്ടോ, 100 ആയി. 100 ബിനു ചേച്ചി ഇപ്പം നമുക്ക് ചിപ്സ് തന്നിരിക്കുകയാണ്. കണ്ട പുറകിൽ മാത്രം അവിടെ നിന്ന് പഠിച്ച് ഉറങ്ങിപ്പോയി. ചേച്ചി അവിടെ ചിപ്സ്, ഹെൽത്തി ഫുഡാണ്, ഡിലീഷ്യസ് ഫുഡാണ്. അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഉപ്പേരി കുറച്ചുകൊണ്ടിരിക്കുന്നു. വണ്ടി കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഉപ്പേരി കുറയ്ക്കുന്നതും വളരെ ആഹ്ലാദം തരുന്നതായതുകൊണ്ട് മടി കൂടാതെ വീണ്ടും വീഡിയോ എടുത്ത് കഴിക്കുകയാണ്. ഇതിനിടയ്ക്ക് പോലീസിന്റെ വണ്ടി അങ്ങോട്ട് പോയി. അതെ, നിർത്താൻ പറഞ്ഞതിന് അവർക്കും കൊടുക്കാമായിരുന്നു. അതെ അതെ അതെ. അപ്പം ഞാനും ഒരു പേര് കഴിക്കട്ടെ.
അങ്ങ് ദൂരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ കാണാം, നമ്മുടെ ഒരു കവാടം കാണാം. ആ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഇതാണ്: ക്യൂബ ഷഹരി. അസർബൈജാനിലെ വളരെ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ ക്യൂബ എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ വഴിയുടെ രണ്ട് സൈഡിലും നിങ്ങൾക്ക് മനോഹരങ്ങളായ വഴിവിളക്കുകൾ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ സൈഡിലൊക്കെ വീടുകൾ കണ്ടോ, എന്ത് രസമുള്ള വീടുകളാണെന്ന് നോക്കിയേ. മനോഹരമായ രീതിയിൽ അവർ വീടുകളൊക്കെ പണിഞ്ഞിരിക്കുന്നു. അല്പം മുമ്പോട്ട് ചെന്നതിന് ശേഷം നമുക്ക് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. നിങ്ങൾക്കങ്ങ് ദൂരെ അസർബൈജാനിലെ ഒരു പതാക ഇങ്ങനെ പാറിപ്പറന്ന് നിൽക്കുന്നത് കാണാം വലത് സൈഡിൽ. അതിൻ്റെ അടുത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ വഴികൾ കൂടെ നമ്മൾ പട്ടപ്രവേശനം നടത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ വണ്ടി വലത്തേക്ക് തിരികെയാണ്. വലത്തേക്ക് തിരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഷോപ്പിംഗ് മോൾ ആണെന്ന് തോന്നുന്നു. അതോ ഏതോ ഗവൺമെൻറ് ഓഫീസാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല തിരക്കാണ്, ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പട്ടണത്തിൻ്റെ ചെറിയൊരു ഹൗസിംഗ് കോളനിയിലേക്ക് കയറുകയാണ്. ഇരുവശവും വീടുകളാണ്. പട്ടണമായതുകൊണ്ടാവാം നല്ല ഗതാഗത തിരക്കുണ്ട്. ഇപ്പോഴിവിടെ നമ്മുടെ മാതള നാരങ്ങയുടെ സീസണാണ്. അപ്പം അതിനുവേണ്ടി ഇവിടെ അവർ ഒരു ഉത്സവമൊക്കെ ഉണ്ട്. മാതള നാരങ്ങയുടെ ഒരു ഫെസ്റ്റിവലുണ്ട്. നാർ എന്നാണ് മാതള നാരങ്ങയ്ക്ക് അസർബൈജാൻ ലാംഗ്വേജിൽ പറയുന്നത്, നാർ. അപ്പം ആ ഫെസ്റ്റിവലിൻ്റെ പേരും അത് തന്നെയാണ്, നാർ ഫെസ്റ്റിവൽ എന്നാണ്. അപ്പോൾ അത് ഈ കടന്നു വരുന്ന ദിവസങ്ങളിൽ ഒരു 2 ദിവസത്തെ അവരുടെ ഫെസ്റ്റിവലാണ് നാർ ഫെസ്റ്റിവൽ. അപ്പം അതിൻ്റെ മുന്നോടി എന്നോണം ഇവിടെ വാഹനങ്ങളിലും മറ്റും അസർബൈജാൻ്റെ പതാകകളൊക്കെ വെച്ചുകൊണ്ട് ഉള്ള വാഹന വ്യൂഹങ്ങളൊക്കെ ഇടയ്ക്ക് കാണാൻ സാധിച്ചു നമുക്ക്. അതുപോലെ തന്നെ അവരുടെ വഴിവിളക്കുകളിലും മറ്റും അസർബൈജാൻ്റെ പതാക അവർ വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പഴയ ഒരു പ്രീമിയർ പത്മിനി അല്ലെങ്കിൽ ഒരു ഫിയറ്റ് വണ്ടി പോലത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ മുമ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാണാൻ ഗെറ്റപ്പില്ലേലും നല്ല പുള്ളിങ് ആണ്. അതെ, അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലത്ത് പോയി. നമ്മുടെ മുമ്പിൽ ഒരു ഭീമാകാരനായ വണ്ടി എന്തോ മണലും കയറ്റിക്കൊണ്ട് പോവുകയാണെന്ന് തോന്നുന്നു. നമ്മൾ പോകേണ്ട അതേ വഴി കൂടെ തന്നെയാണ് അവർ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ശാന്തസുന്ദരമായ ഗ്രാമം, വൃത്തിയുള്ള റോഡുകൾ. അതെ അതെ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഉപ്പേരിയും
ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇനിയും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.